ചാലക്കുടി പോട്ടയിൽ നടന്ന ബാങ്ക് കവർച്ച ആസൂത്രിതമെന്ന് പോലീസ്. ബാങ്കിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് 15 ലക്ഷം രൂപ കവർന്നത് എന്നും പോലീസ്. ചാലക്കുടിയിൽ പട്ടാപ്പകൽ വൻ ബാങ്ക് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലാണ് വലിയൊരു മോഷണം ഉണ്ടായിരിക്കുന്നത്. ഹെൽമറ്റും ജാക്കറ്റും മാസ്കും ധരിച്ചെത്തിയാണ് അക്രമി ബാങ്കിനകത്ത് കയറി പണം കവർന്നതെന്ന് TCVക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 8 ജീവനക്കാരാണ് ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 ജീവനക്കാരെ കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം കൗണ്ടർ തകർത്ത് 3 മിനിറ്റിനുള്ളിൽ തന്നെ പണം കവർന്ന് മോഷ്ടാവ് സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു. മുൻപ് ബാങ്കിൽ വന്ന് പരിചയം അതായത് ഒരിക്കുണ്ടാവാം. ഇപ്പോൾ 2-2.5 മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ജീവനക്കാർ ഞാൻ SP-യോടാണ് സംസാരിച്ചത്. അല്ല, ഒരു മുൻപ് ഇവിടെ വന്നിട്ടുള്ള ഒരാളാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. കാരണം 2-2.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്ത അയാൾ പോയി. അപ്പോൾ പൊതുവിലെല്ലാ പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്റ്റീജായിട്ട് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. ഇതിൽ 5 ലക്ഷത്തിന്റെ 3 ബണ്ടിൽ എടുത്ത് മൊത്തം 15 ലക്ഷം രൂപയുമായാണ് ഇയാൾ അതിവേഗത്തിൽ കടന്നു കളഞ്ഞത്. മോഷണത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP കൃഷ്ണകുമാർ പറഞ്ഞു. ഇവരുടെ ബ്രേക്കുണ്ട്, ലഞ്ച് ബ്രേക്കുണ്ട്. ലഞ്ച് ബ്രേക്ക് സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതും ഒക്കെ കെട്ട് ഓപ്പണായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കയ്യിലൊരു കത്തിയുണ്ടായിരുന്നു. ഹിന്ദിയിലാണെങ്കിൽ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അയാൾ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി. ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 to 2:30 2 to 2:30 ലഞ്ച് ബ്രേക്ക്. അപ്പോൾ 2:12 അയാൾ വന്നു. ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്നതാണ്. ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നു. കയ്യിലൊരു കത്തി, സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട്. ആളിനെക്കുറിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ടുണ്ട്. അല്ല, അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് 100% ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല. പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല. ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട്. ഈ ഡൈനിങ് പോർഷനിൽ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. ബാങ്കിൽ എത്ര പേരുണ്ട്, ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം, ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല, അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. ഹിന്ദിയിൽ സംസാരിച്ചിരുന്ന അക്രമി ഇടയ്ക്ക് മലയാള വാക്കുകളും സംസാരിച്ചിരുന്നതായി ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. അക്രമിയുടെ വരവും പണം കവർച്ചാ രീതിയും കണക്കിലെടുക്കുമ്പോൾ സാധാരണ ഒരു മോഷ്ടാവല്ല ഇയാളെന്നാണ് പോലീസ് കരുതുന്നത്. മോഷണത്തിനു പിന്നിൽ മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുള്ളതായാണ് നിഗമനം. TCV ന്യൂസ്, തൃശൂർ.